കൊടുത്തുകൊണ്ട് കോടതി നൽകിയ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജനുവരി 11-ാം തീയതി ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമായി പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത SITക്കുണ്ട്. പറഞ്ഞില്ലേ? ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ അത് വിശദമായി പറയുന്നില്ല. മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും, മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും, തന്ത്രിയെ അറസ്റ്റ് ചെയ്താലും എന്ത് കാരണത്തിന്റെ പേരിലാണ്, അവർക്ക് എന്ത് പങ്കാളിത്തമാണ് അതിനകത്തുള്ളത് എന്ന് പറയണം എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരി 11-ാം തീയതി നിങ്ങളുടെ കയ്യിലൊക്കെ ലൈബ്രറിയിൽ കാണുമല്ലോ. അത് ജനുവരി 11-ാം തീയതി ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അത് കുറെ കൂടി വിശാലമായി പറഞ്ഞിരിക്കുന്നു. ഒരു തെളിവും ഇല്ലാതെ, ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അതെന്നെ കോടതി പറഞ്ഞത് ഒരു അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന, തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഈ അന്വേഷിക്കുന്ന കേസ് സൂപ്പർവിഷൻ ഡിവിഷൻ ബെഞ്ചിന്റെ ആണ്. ആ ഡിവിഷൻ ബെഞ്ച് ഗൗരവതരമായി എന്തുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് അന്വേഷിക്കണം. SIT പൊതുസമൂഹത്തോട് പറയണം. ഒരു തെളിവില്ലാതെ മുഴുവൻ പ്രതികളും പുറത്തിറങ്ങി, മനസ്സിലായല്ലേ, എല്ലാ തെളിവും കൂടി നശിപ്പിച്ച് ഒന്നുമില്ലാതെ അവസാനിക്കും. നോക്കിക്കോ.